ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി, വെളിപാട് പുസ്തക പഠന പരമ്പര. ഞാൻ ഡാനിയലച്ചൻ. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദിവസം 1. ഓരോ തിരുവചന പഠനത്തിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പുകളാണ്. വെളിപാട് പുസ്തകം അധ്യായം 1. അപ്പോകാലിപ്സ് എന്നാണ് ഗ്രീക്കിൽ ഈ പുസ്തകത്തിൻ്റെ പേര്. അപ്പോകാലിപ്സ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അൺവെയിലിംഗ്, റിവീലിംഗ്, അനാവരണം ചെയ്യുക, വെളിപ്പെടുത്തുക എന്നൊക്കെയാണ്. BC 200 മുതൽ BC 100 വരെ യഹൂദരുടെ ഇടയിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാഹിത്യ രചനാ സങ്കേതമാണ് അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ, അപ്പോകാലിപ്റ്റിക് സാഹിത്യ ശൈലി. ഇത് ആ കാലഘട്ടത്തിൽ വളരെ കോമൺ ആയിരുന്നു. ബൈബിളിലെ പഴയ നിയമത്തിലെ ദാനിയേലിൻ്റെ പുസ്തകം അപ്പോകാലിപ്റ്റിക് സാഹിത്യ സങ്കേതത്തിന് ഒരു ഉദാഹരണമാണ്. എന്താണ് വെളിപാട് പുസ്തകം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അൺവെയിൽ ചെയ്യാൻ, റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന സത്യം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പുസ്തകം വെളിപ്പെടുത്തുന്നത് ഒരു മണവാളനെയാണ്, ഒരു മണവാട്ടിയാണ്, ഒരു മണവാളനും മണവാട്ടിയും ചേർന്ന് നടത്തിയ വിവാഹ വിരുന്നിനെയാണ്. വരനും വധുവും ഈ പുസ്തകത്തിൽ അനാവരണം ചെയ്യപ്പെടുന്നു, വെളിപ്പെടുത്തപ്പെടുന്നു. പൊതുവായി അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ വെളിപാട് പുസ്തകത്തെ തരംതിരിച്ചാൽ, അപഗ്രഥിക്കാൻ ശ്രമിച്ചാൽ, പുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ വരൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. 12 മുതൽ 22 വരെ അധ്യായങ്ങളിലൂടെ വധു ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ചാപ്റ്റേഴ്സ് 1 to 11 അൺവെയിലിംഗ് ദ ബ്രൈഡ് ഗ്രൂം ആൻഡ് ചാപ്റ്റേഴ്സ് 12 to 22 അൺവെയിലിംഗ് ഓഫ് ദി ബ്രൈഡ്. മറ്റൊരു കാര്യം പൊതുവായി ഈ പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്, മൊത്തം ബൈബിളിലെ ഈ അവസാന ഗ്രന്ഥത്തിലുള്ളത് 404 വാക്യങ്ങളാണ്. എന്നാൽ ഈ 404 വാക്യങ്ങളിലായി മുഴുവൻ ബൈബിളിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്ന് ഏതാണ്ട് 500-ലധികം ഉദ്ധരണികൾ, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള സൂചനകൾ ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വെളിപാട് പുസ്തകം എഴുതപ്പെട്ട ബൈബിളിലെ മറ്റെല്ലാ ഗ്രന്ഥങ്ങളുടെയും പൂർത്തീകരണമായി, അതിൻ്റെ ഒരു ക്ലൈമാക്സായി നമുക്ക് വായിക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. ഇനി ഏത് കാലഘട്ടത്തിലാണ് വെളിപാട് പുസ്തകം എഴുതപ്പെട്ടത് എന്നുള്ളത് ഈ പുസ്തക വ്യാഖ്യാനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു അവബോധമാണ്. പ്രധാനമായും 2 ചേരികളിലാണ് വെളിപാട് പുസ്തകത്തിൻ്റെ രചനാ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിലെ ആദ്യത്തെ കൂട്ടർ വിശ്വസിക്കുന്നത് AD 90കളിലാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത് എന്നാണ്. അതിന് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന സൂചന ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് നടന്ന മതപീഡനവുമായി ബന്ധപ്പെട്ട് എഴുതിയ ഗ്രന്ഥമാണ് ഇത് എന്ന ആശയമാണ്. ഡൊമീഷ്യൻ ഭരിച്ചിരുന്നത് AD 81 മുതൽ AD 96 വരെയാണ്. അതുകൊണ്ടാണ് ഈ വാദഗതി വിശ്വസിക്കുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം വെളിപാട് പുസ്തകത്തിൻ്റെ രചനാ കാലഘട്ടം AD 90കളാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നത്. മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നത് AD 60കളിലാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത് എന്ന്, അതായത് നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത്. നീറോ റോം ഭരിച്ചിരുന്നത് AD 54 മുതൽ AD 68 വരെയാണ്. ഈ 2 സമയഘടന, അതിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ അത് ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്ന ധാരണ നമുക്ക് ഈ വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കുന്നതിന് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ AD 90കളിലാണെങ്കിൽ അത് ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ്. AD 60കളിലാണെങ്കിൽ അത് ജെറുസലേമിൻ്റെ ദേവാലയത്തിൻ്റെ നാശത്തിന് മുൻപുള്ള കാലത്താണ്. ഈ വ്യത്യാസം വെളിപാട് പുസ്തക വ്യാഖ്യാനത്തിന് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇതിൽ നമ്മൾ സ്വീകരിക്കുന്ന അഭിപ്രായം വെളിപാട് പുസ്തകം എഴുതപ്പെട്ടത് AD 90കളിലാണ്, അതായത് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് എന്ന അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ പുസ്തകം എഴുതപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ചരിത്ര പശ്ചാത്തലത്തെ സംബന്ധിക്കുന്ന ചില സൂചനകൾ വെളിപാട് പുസ്തക പഠനത്തിന് അത്യാവശ്യമാണ്. റോമാ ചക്രവർത്തി സീമാതീതമായ അധികാരം കൈയാളിയിരുന്ന ഒരു കാലമായിരുന്നു അത്. അതായത് അന്ന് നിലവിലിരുന്ന ലോകവ്യവസ്ഥയിലെ
മിക്കവാറും എല്ലാ രാജ്യങ്ങളും എല്ലാ പ്രദേശങ്ങളും റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ഡച്ചുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും യഹൂദരും ഇന്നത്തെ വാക്കുകളാണ്, ഇന്ന് അവരെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചക്രവർത്തി സ്വയം അഭിസംബോധന ചെയ്തിരുന്നത് കർത്താവും ദൈവവും എന്നാണ്. ലോർഡ് ആൻഡ് ഗോഡ് എന്നാണ് റോമാ ചക്രവർത്തി സ്വയം അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച പ്രയോഗം. ഈ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം മുതൽ അതിൻ്റെ 20-ാമത്തെ അധ്യായം വരെ വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് 4 വാദങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ 4 വാദങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രമേ ഓരോ ആളും വെളിപാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നത് ഏത് മാനദണ്ഡം വച്ചിട്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഈ 4 വാദഗതികൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമത്തേത്, ബൈബിൾ വ്യാഖ്യാതാക്കൾ ഇതിനെ വിളിക്കുന്നത് പ്രെറ്ററിസ്റ്റിക് അപ്രോച്ച് എന്നാണ്. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ഭൂതകാലവാദം എന്നാണ്. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വെളിപാട് പുസ്തകത്തിൽ അതിൻ്റെ 4-ാം അധ്യായം മുതൽ 20-ാം അധ്യായം വരെ വിവരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആദിമ സഭയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ഇന്ന് ഒരു വായനക്കാരൻ വായിക്കുമ്പോൾ ഇന്നത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, അത് അന്നത്തെ സഭയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ്. സോ ഇറ്റ് ഈസ് കൺസേൺഡ് മോസ്റ്റ്ലി വിത്ത് ദ പാസ്റ്റ്. അതുകൊണ്ട് ഇന്ന് നമുക്കതിനെ നമ്മുടെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി വായിക്കേണ്ടതില്ല, വ്യാഖ്യാനിക്കേണ്ടതില്ല. എല്ലാം തന്നെ ആദിമ നൂറ്റാണ്ടിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആദിമ നൂറ്റാണ്ടിൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന വാദത്തെ വിളിക്കുന്ന പേരാണ് പ്രെറ്ററിസ്റ്റിക് അപ്രോച്ച് ഓർ ഭൂതകാല വാദം. രണ്ടാമത്തെ വാദം ഹിസ്റ്റോറിസിസ്റ്റ് വാദമാണ്. ചരിത്രവാദം എന്നാണ് അതിൻ്റെ മലയാള വാക്ക്. അതായത് ഈ പക്ഷം ചേർന്ന് ചിന്തിക്കുന്ന ആളുകൾ വെളിപാട് പുസ്തകത്തെ മനസ്സിലാക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ വിവരിക്കുന്ന എല്ലാ കാര്യങ്ങളും മുഴുവൻ മനുഷ്യ ചരിത്രത്തിൻ്റെയും ഒരു ആകത്തുകയാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ പുസ്തകം മനുഷ്യചരിത്രം മുഴുവൻ സംക്ഷിപ്തമായി അവതരിപ്പിക്കുകയാണ്. ഈ ചരിത്രം മുഴുവനെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ 1-ാം വരവ് മുതൽ യേശുവിൻ്റെ 2-ാം വരവ് വരെയുള്ള എല്ലാ ചരിത്ര സംഭവങ്ങളെയും കൃത്യമായി അടുക്കി ചിട്ടയോടെ വിവരിച്ചിരിക്കുന്നതാണ് വെളിപാട് 4 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിലെ വിവരണമെന്നാണ് ചരിത്രവാദികൾ വിശ്വസിക്കുന്നത്. മൂന്നാമത്തെ ഒരു വാദഗതിയാണ് ഫ്യൂച്ചറിസ്റ്റിക് വാദഗതി, ഫ്യൂച്ചറിസ്റ്റ് അപ്രോച്ച്, ഭാവികാലവാദം. അതായത് ഈ അഭിപ്രായം ഫ്യൂച്ചറിസ്റ്റുകൾ വിശ്വസിക്കുന്നത് വെളിപാട് പുസ്തകം ചർച്ച ചെയ്യുന്നത് എല്ലാം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. മനുഷ്യ ചരിത്രത്തിൽ ഇനിയും നടക്കാൻ പോകുന്ന, നിറവേറാൻ പോകുന്ന കാര്യങ്ങളാണ് വെളിപാട് പുസ്തകത്തിൻ്റെ പ്രതിപാദന വിഷയം എന്നാണ് ഭാവികാലവാദം വിശ്വസിക്കുന്നവർ സ്വീകരിക്കുന്ന നിലപാട്. നാലാമത്തെ വാദമാണ് ഐഡിയലിസ്റ്റ് വാദം അഥവാ ആശയവാദം. അതായത് ആശയവാദികളുടെ അഭിപ്രായപ്രകാരം ഇത് ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥമല്ല, ഇതിന് ചരിത്രവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധപ്പെടുത്തേണ്ടതില്ല, മറിച്ച് ഇത് നന്മയും തിന്മയും തമ്മിലുള്ള അന്തിമ പോരാട്ടത്തെ സംബന്ധിക്കുന്ന പ്രതീകാത്മകമായ വിവരണങ്ങളാണ്. സോ റെവലേഷൻ ഡിസ്കസസ് symbolic representation of the conflict between good and evil. ആശയപരമായ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ഒരു പ്രതീകാത്മകമായ വിവരണം മാത്രമാണ് വെളിപാടിലെ വിവരണങ്ങൾ. അതിനെ ചരിത്രത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല. ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായ 4 ആശയഗതികൾ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. ഭൂതകാലവാദം, ചരിത്രവാദം, ഭാവികാലവാദം, ആശയവാദം. ഇനി അടുത്ത ചോദ്യം, ഇതിലേത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. കത്തോലിക്ക തിരുസഭയുടെ പൊതുവായ ഒരു ബൈബിൾ പഠന മാനദണ്ഡമനുസരിച്ച് നമ്മൾ ഈ 4 ആശയഗതികളിലെയും നന്മകളെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പഠന പദ്ധതിയാണ് ഈ വെളിപാട് പുസ്തക പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്.
So we take all these 4 different views together, adopting insights from all these 4 perspectives. ഈ 4 ആശയഗതികളിൽ നിന്നും നന്മകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത്. ഇതുകൂടാതെ ഈ പുസ്തകത്തിൻ്റെ ഗ്രഹണത്തിന്, മനസ്സിലാക്കലിന് ഒരു 2 കാര്യങ്ങൾ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, വെളിപാട് പുസ്തകത്തെ നമ്മൾ കൂടുതലും സമീപിക്കുന്നത് ഒരു ആരാധനാക്രമ ഗ്രന്ഥമായിട്ടാണ്. റെവലേഷൻ ഈസ് എ ലിറ്റർജിക്കൽ ബുക്ക്. അതിഭയാനകമായ സഹനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സഭ തൻ്റെ അതിജീവനത്തിൻ്റെ മാർഗം കണ്ടെത്തിയത് ആരാധനയിലാണ്. തിന്മയ്ക്കുമേലുള്ള അന്തിമ വിജയം സഭ നേടുന്നത് സത്യ ആരാധനയിലൂടെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ദുഃഖങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന തൻ്റെ സഭയോട് സ്വർഗത്തിലെ ആരാധന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗീയ ആരാധനയുടെ മാഹാത്മ്യം വിവരിച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. തിന്മയ്ക്കുമേലുള്ള അന്തിമ വിജയം തിരുസഭ നേടുന്നത് സത്യ ആരാധനയിലൂടെയാണ് എന്നുള്ളതുകൊണ്ടാണ് യോഹന്നാൻ ഹെവൻലി ലിറ്റർജി, സ്വർഗീയ ആരാധന, വെളിപാട് പുസ്തകത്തിൽ വിവരിച്ച് തരുന്നത്. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഒരു വിവാഹ ബന്ധത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ക്രിസ്തുവാകുന്ന മണവാളനും സഭയാകുന്ന മണവാട്ടിയും തമ്മിലുള്ള വിവാഹ ബന്ധത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഈ പുസ്തകമെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ആത്മബന്ധം കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലാണ് പൂർണ്ണമാകുന്നത്. മണവാളനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭയിലേക്കുള്ള 2ാം വരവ്, അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന വാക്ക് പറൂസിയ എന്നാണ്. 2ാം വരവ് അത് യുഗാന്ത്യത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഒരിക്കൽ കൂടി പറയാം. മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയിലേക്ക് വരുന്നത് യുഗാന്ത്യത്തിലുള്ള 2ാം വരവിൽ മാത്രമല്ല, മറിച്ച് നിരന്തരമായി ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സഭയിൽ സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നത് ആരാധനയിലാണ്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലാണ്. പറൂസിയ അല്ലെങ്കിൽ മടങ്ങിവരവ് എന്നതിന്, ആ വാക്കിന് പറൂസിയ എന്ന വാക്ക് PAROUSIA, ഈ പറൂസിയ എന്ന് പറയുന്ന ആ ഗ്രീക്ക് വാക്കിന് മടങ്ങിവരവ്, റിട്ടേൺ എന്നത് പോലെ തന്നെ മറ്റൊരർത്ഥമുള്ളത് പ്രസൻസ്, സാന്നിധ്യം എന്ന അർത്ഥം കൂടിയാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സഭ ഇൻറ്റിമേറ്റായി അനുഭവിക്കാൻ പോകുന്നത് യുഗാന്ത്യത്തിൽ അവിടുന്ന് 2ാമത് വാനമേഘങ്ങളിൽ മടങ്ങി വരുമ്പോൾ മാത്രമല്ല, മറിച്ച് ഓരോ ആരാധനയിലും, പ്രത്യേകിച്ച് ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ മടങ്ങിവരവ് മണവാട്ടിയായി സഭ അനുഭവിക്കുകയാണ്. സോ ഈ പുസ്തകത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എവരി യൂക്കരിസ്റ്റിക് സെലിബ്രേഷൻ ഈസ് പറൂസിയ. ഓരോ കുർബാന അർപ്പണങ്ങളും മണവാളന് മണവാട്ടിയിലേക്ക് മടങ്ങി വരുന്നതിനുള്ള സമയമാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നതിനുള്ള സമയമാണ്. 2ാമത്തെ ഒരു സൂചന കൂടി ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ ആമുഖ സെഷൻ അവസാനിപ്പിക്കാൻ ഞാൻ ചിന്തിക്കുന്നു. വെളിപാട് പുസ്തകം ഒരു അനുഗ്രഹത്തിൻ്റെ ഗ്രന്ഥം ആണ്. റെവലേഷൻ ഈസ് എ ബെയാറ്റിഫിക് ബുക്ക്. ഈ ഗ്രന്ഥം 7 അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, 7 ബെയാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമുക്ക് പ്രത്യാശ തരാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഇത് സഹിക്കുന്ന ഒരു സഭയ്ക്ക് നൽകപ്പെട്ട പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും മനോഹരമായ ഒരു ഗ്രന്ഥമാണ്. രാജാക്കന്മാരുടെ രാജാവായ, ചരിത്രത്തിൻ്റെ അധിനാഥനായ ക്രിസ്തു മണവാളനായിരിക്കുന്ന സഭ എല്ലാ പീഡനങ്ങളെയും അതിജീവിച്ച് വിജയശ്രീലാളിതയായി സ്വർഗീയ ജെറുസലേം എന്ന ആ മണവാട്ടി വിജയം നേടും. അതുകൊണ്ട് ദൈവജനതയ്ക്ക് അന്തിമ വിജയമുണ്ടാകും എന്ന് നിരന്തരമായി ഓർമ്മിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. മനോഹരമായ അനുഗ്രഹങ്ങളുടെ, ദൈവജനം പ്രാപിക്കുന്ന കൃപാവരങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ശക്തമായ ഒരു പ്രബോധനം നൽകുന്ന ഗ്രന്ഥമാണ്. ഈ പുസ്തകം വായിക്കുന്നവരും കേൾക്കുന്നവരും എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. വളരെ ശക്തമായ ഒരു ദൈവാനുഭവത്തിൻ്റെ അവസരമായി വെളിപാട് പുസ്തകത്തിൻ്റെ പഠനം മാറും. ഞാൻ ഈ ആമുഖത്തിൽ കുറേയധികം തിയറിറ്റിക്കലായ, ആശയപരമായ കാര്യങ്ങൾ, പഠന സംബന്ധമായ കാര്യങ്ങൾ
പഠന സംബന്ധമായ വിഭജനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് നിങ്ങൾ ഒരു മുൻവിധി രൂപപ്പെടുത്തരുത്. ഇത് ഒരു അക്കാഡമിക്കായ ഇതൊരു ഇൻ്റലക്ച്വലായ പഠനമായി മാറും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ വെളിപാട് പുസ്തകത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് ജീവിതത്തിൽ ഇടപെടുന്ന, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഉദ്ദീപിപ്പിക്കുന്ന, ഉജ്ജ്വലിപ്പിക്കുന്ന ശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ പുസ്തകത്തിലൂടെ അനുഭവിക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾ അടുത്ത സെഷൻ മുതൽ, അടുത്ത എപ്പിസോഡ് മുതൽ വെളിപാട് പുസ്തകത്തിൻ്റെ കണ്ടൻറ്റിലേക്ക് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഈ ഗ്രന്ഥത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ചു തന്ന വെളിപ്പെടുത്തലുകളെ സ്വീകരിക്കുന്നതിന് വളരെ അനുഗ്രഹീതമായ മനോഹരമായ ഒരു യാത്ര ആരംഭിക്കുന്നതിന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു വർഷം മുഴുവൻ നീണ്ടുനിന്ന ബൈബിൾ പാരായണത്തിന് ശേഷം കൃത്യമായ ഒരു ദിശാബോധത്തോടെ നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികൾ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ബൈബിളിലെ മറ്റേത് ഗ്രന്ഥം പഠിപ്പിക്കുന്നതിനേക്കാളും ക്ലേശകരമാണ് വെളിപാട് പുസ്തക പഠനം. നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ കൃപ സമൃദ്ധമായി എൻ്റെ മേൽ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ വീണ്ടും ഈ വചന പഠനവുമായി നിങ്ങളുടെ പക്കലേക്ക് എത്തുന്നതുവരെ നിങ്ങളെ കാണാൻ ഞാൻ ഡാനിയലച്ചൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.